ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് അരിപ്പൊടി കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാലപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടിയാണ്. എത്രത്തോളം പാലപ്പം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് അരിപ്പൊടി എടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ അരിപ്പൊടി ഡയറക്റ്റ് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായി ഇത് കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു പാത്രത്തിലിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കണം. ഒറ്റത്തവണയായിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കാം. വെള്ളത്തിൻ്റെ അളവും കൂടിപ്പോകാനായിട്ട് പാടില്ല. ഞാനിവിടെ ടോട്ടൽ 1.5 കപ്പ് അരിപ്പൊടിക്ക് 1.25 വെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ. ഒരുപാട് അങ്ങ് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി അല്ല. കണ്ടില്ലേ, ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള പരുവത്തിലാണ് നമ്മൾ ലൂസാക്കി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ എടുക്കുമ്പോൾ ഒരുപാട് മൂപ്പില്ലാത്ത തേങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. 1/2 കപ്പ് കുക്കഡ് റൈസ് ചേർത്ത് കൊടുക്കാം. ഈ റൈസിന് പകരം അവലുണ്ടെങ്കിൽ അവൽ കുതിർത്ത് ചേർത്താലും മതിയാകും. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഈസ്റ്റ് ചേർത്ത് കൊടുത്തത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. ഈസ്റ്റ് എടുക്കുമ്പോൾ അധികം പഴക്കമില്ലാത്ത ഈസ്റ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഒറ്റ തവണയായിട്ട് അരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാവുന്നതാണ്. ഇനി അരയാൻ പാകത്തുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ വെള്ളത്തിന് പകരം തേങ്ങ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ തേങ്ങ വെള്ളം കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. തേങ്ങ വെള്ളം ചേർത്ത് അരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ പാലപ്പം നല്ല സോഫ്റ്റും അതുപോലെ തന്നെ കള്ളപ്പത്തിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും. ഇവിടെ ഞാൻ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ 2 തവണയായിട്ട് ഞാൻ മാവ് അരച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. സാധാരണ നമ്മൾ മാവ് അരച്ചതിന് ശേഷം ഒരു പാത്രത്തിലാക്കി നമ്മൾ പുളിക്കാനായിട്ട് വെക്കുകയാണ് പതിവ്. അങ്ങനെ വെക്കുന്നതിന് പകരം ഒരു 2 മിനിറ്റ്സ് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം കൈ കൊണ്ടോ ഒരു വിസ്ക് കൊണ്ടോ ബീറ്റ് ചെയ്താൽ മതിയാവും. ബീറ്റ് ചെയ്തതിന് ശേഷം വെക്കുകയാണെങ്കിൽ മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടും. ഇനി ഇത് മൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ 5-6 മണിക്കൂർ കൊണ്ട് ഇത് നന്നായിട്ട് പൊങ്ങി കിട്ടും. തണുത്ത കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ 7-8 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണം. ഇങ്ങനെ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്നപ്പോൾ നന്നായി പൊങ്ങി വന്നതുകൊണ്ട് വേറൊരു പാത്രം കൊണ്ടാണ് ഇത് മൂടി വെച്ചത്. അതുകൂടാതെ തന്നെ അടിയിലൊരു പാത്രം കൂടി നമ്മൾ വെച്ച് കൊടുത്തു, പൊങ്ങി തൂകി പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഒരു തവി ഉപയോഗിച്ച് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടിട്ടങ്ങ് കുത്തി ഇളക്കാനായിട്ട് പാടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നല്ല പരുവത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അങ്ങനെ അപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് ഒരു തവി മാവ് ഒഴിച്ച് നന്നായിട്ട് വട്ടത്തിനൊന്ന് ചുറ്റിയെടുക്കാം. അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം കേട്ടോ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതുപോലെ വട്ടത്തിലൊന്ന് ചുറ്റിച്ചെടുക്കണം. ഇനി മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. മാവ് ഒഴിച്ച് ചുറ്റിച്ചതിന് ശേഷം ബബിൾസ് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടി കൊണ്ടുള്ള പാലപ്പം കണ്ടില്ലേ, റെഡി ആയിട്ടുണ്ട്. അരിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ്. നമ്മൾ സാധാരണ അരി അരച്ചുണ്ടാക്കുന്ന പാലപ്പം പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. അപ്പച്ചട്ടി ചൂടാകുന്ന സമയത്ത് ഒരു തവി മാവ് ഒഴിച്ച് വട്ടത്തിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഒരുപാട് മാവ് ഒഴിക്കാനായിട്ട് പാടില്ല കേട്ടോ. ഒരു തവി മാവ് മതിയാവും. കാരണം അപ്പത്തിന് ഒരുപാട് അങ്ങ് തിക്നെസ് ആയാൽ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അങ്ങനെ അപ്പം പരുവത്തിന് കുക്കായിട്ടുണ്ട്. അത് നമുക്ക് അപ്പച്ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം. പാലപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കിയ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ്. എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അതാ സമയത്ത് തന്നെ നിങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.